ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫോർമാറ്റിക്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സുപരിചിതമായ ഒരു ബ്രാൻഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ബാംഗ്ലൂരിൽ ആരംഭിച്ച് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും ട്രെൻഡ് സെറ്റർ ആകുകയും ചെയ്ത എയ്തർ എന്ന കമ്പനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ മോഡലാണ് നമ്മൾ ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എയ്തർ റിസ്ത. ഹായ്, എൻ്റെ പേര് അഖിൽ. എൻ്റെ പേര് നിഹാസ്. വെൽക്കം ടു ഏതർ ആലപ്പുഴ. താങ്ക് യു. വെൽക്കം ടു ഫോർമാറ്റിക് ചാനൽ. നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമുക്കിന്ന് വളരെ ഒരു സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന് തന്നെ. കാരണം നമുക്കിത് നമ്മുടെ ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞാണ്, ഇപ്പോൾ നമ്മുടെ ഏതിൻ്റെ ഒരു പുതിയൊരു സ്കൂട്ടറാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഷോക്ക് തന്നെ നമുക്ക് ആലപ്പുഴയിലാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു 18 വണ്ടിയോളം നമുക്ക് ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കീ ഹാൻഡ് ഓവർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മുടെ ഹോൾ ടീം എൻ്റെ ഹാപ്പിയാണ്. റിസ്തയുടെ ഓവറോൾ ലുക്ക് തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. മുന്നിൽ നിന്ന് നോക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. 450 സീരീസിൽ ഇറങ്ങിയ വണ്ടികളെല്ലാം കുറച്ചുകൂടെ ഷാർപ്പായിരുന്നു, കുറച്ചുകൂടെ സ്ലിം ആയിരുന്നു. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി റിസ്തയിലോട്ട് വരുമ്പോൾ അത് കർവ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ വലിപ്പമുള്ള ബോഡിയാണ്. ഒരു പൊടിക്കൂടെ നീളവും കൂടിയിട്ടുണ്ട് വണ്ടിക്ക്. വീതിയുള്ളതും നല്ല സുന്ദരമായ മുഖഭാവത്തോടു കൂടിയ ഒരു റിസ്തയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ എയ്തർ എന്നുള്ളൊരു 3D ബാഡ്ജിങ്, അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഹെഡ് ലാമ്പിൻ്റെ യൂണിറ്റ് വരുന്നത്. അത് LED ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ഡേ ടൈം റണ്ണിങ് ലാമ്പും ഇൻഡിക്കേറ്റേഴ്സും വെച്ചിരിക്കുന്നത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ആ ഫുള്ളി LED ഹെഡ് ലാമ്പ് യൂണിറ്റിനെ പിയാനോ ബ്ലാക്ക് കവറിങ് കൂടെ വരുമ്പോൾ നല്ല അട്രാക്റ്റീവ് ലുക്കാണ് വണ്ടിക്ക് നൽകുന്നത്. ആ വൈഡറായിട്ടുള്ള ഹെഡ്ലൈറ്റ് നല്ല വിസിബിലിറ്റിയാണ് തരുന്നത്. നൈറ്റിലൊക്കെ പോകാൻ നേരം നല്ല ഒരു ഏരിയ തന്നെ അതിൽ കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മുൻപത്തെ 450 സീരീസിലെ പോലെ ഓപ്പോസിറ്റ് വരുന്നവരുടെ കണ്ണിലടിക്കുന്ന അത്രയും വിഷയമില്ല. ഹെഡ് ലാമ്പ് ബീം പോകുന്നത് കുറച്ചുകൂടെ ഡൗൺ ആയിട്ടാണ്. എയ്തറിൻ്റെ ഇതുവരെ ഇറങ്ങിയ എല്ലാ മോഡലിലും യൂസ് ചെയ്ത 12 ഇഞ്ചിൻ്റെ സെയിം അലോയ് വീലും ടയേഴ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ടയർ വരുന്നത് 90/90യും ബാക്കിൽ വരുന്നത് 180യും ആണ് വരുന്നത്. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനും ബാക്കിൽ മോണോഷോക്ക് സസ്പെൻഷനുമാണ് വരുന്നത്. ബ്രേക്കിങ്ങിൽ ഫ്രണ്ട് ഡിസ്ക് ആണെങ്കിൽ ബാക്കിൽ ഡ്രം ബ്രേക്കാണ് യൂസ് ചെയ്യുന്നത്. റിസ്തയുടെ ചേസസ് വരുന്നത് 450Xന്റെ ഈ കാണുന്ന ചേസിൽ ചെറിയ മോഡിഫിക്കേഷനൊക്കെ നടത്തിയതാണ്. ഏതായാലും അലൂമിനിയം ബോഡി തന്നെയാണ്, നല്ല സ്ട്രോങ് ആണ്. IP67 വാട്ടർ പ്രൂഫ് റേറ്റിംഗോട് കൂടിയ ബാറ്ററിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 900 mm നീളം വരുന്ന ഇതിൻ്റെ സീറ്റ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഏറ്റവും വലിയ സീറ്റുള്ളത് റിസ്തയിലാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇത്രയും വലിയ സീറ്റിൻ്റെ താഴെ 34 ലിറ്ററിൻ്റെ ഒരു ഹ്യൂജ് സ്റ്റോറേജ് സ്പേസ് ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇതിൽ 2 ഫുൾ സൈസ് ഹെൽമെറ്റ് വരെ നമുക്ക് ഒരേ സമയം കീപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതല്ലാതെ അഡീഷണൽ ആയിട്ട് ചെറിയൊരു ടൈനി സ്റ്റോറേജ് സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ജോയ് പോക്കറ്റ്. നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് എടുക്കാനുള്ള തിങ്സ് ഒക്കെ. അല്ല, ഇപ്പോൾ വെറ്റായിട്ടുള്ള സാധനം ഇതിൻ്റെ കൂടെ വെക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വയ്ക്കാം. പറഞ്ഞ എന്തെങ്കിലും തുണി എന്തെങ്കിലും നമുക്ക് ഇവിടെ തന്നെ വയ്ക്കാം. സീറ്റിന് അത്യാവശ്യം വലിപ്പമുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കനവുമുണ്ട്. അതിൽ നമുക്ക് ആയാസകരമാക്കാൻ വേണ്ടിയിട്ട് സീറ്റിൻ്റെ ബാക്കിലൊരു ഹോൾഡിംഗ് ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല പ്ലാസ്റ്റിക് വെച്ചിട്ടൊരു എക്സ്ട്രാ നല്ലൊരു ഗ്യാപ്പാണത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കത് ഫുള്ള് ഓപ്പൺ ചെയ്യാൻ സാധിക്കും.
വളരെ നല്ല സ്ട്രോങ് മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ അകത്ത് മൊത്തം യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ആയാലും ഫൈബർ പീസ് ആയാലും എല്ലാം നമുക്ക് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതിൽ ഒരു വിസിബിലിറ്റി ലൈറ്റ് ഉണ്ട്. അത് ഏതറിൻ്റെ മുൻ മോഡലുകളിലും ഇതുവരെയുള്ള എല്ലാ മോഡലുകളിലും ഉണ്ടായിരുന്ന അതേ ഫീച്ചർ തന്നെയാണ്. ഉടൻ തന്നെ വരാൻ പോകുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഹാലോ ഹെൽമെറ്റ് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോയിന്റും ബൂട്ടിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സീറ്റിന്റെ പിന്നിൽ വരുന്ന വലിയ ഹാൻഡ് റെയിലും പുറകിലിരിക്കുന്ന ആൾക്കുള്ള ബാക്ക് സപ്പോർട്ടും വാഹനത്തിന്റെ ഷേപ്പിനോട് യോജിക്കുന്ന തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ലാമ്പ് വന്നിരിക്കുന്നത് ഒറ്റ ലൈനായിട്ടാണ്. ടൈൽ ലാമ്പും അതിന്റെ കൂടെ തന്നെ റൈറ്റിലെയും ലെഫ്റ്റിലെയും ഇൻഡിക്കേറ്റേഴ്സും ഒറ്റ ലൈനായിട്ടാണ് വന്നിരിക്കുന്നത്. അതിലും പിയാനോ ബ്ലാക്കിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കിടപ്പുണ്ട്. എയ്തർ എന്നുള്ള 3D ബാഡ്ജിങ് ടൈൽ ലാമ്പിന്റെ താഴെയായി പ്ലേസ് ചെയ്തിരിക്കുന്നത് വളരെ അടിപൊളിയായിട്ടാണ്. ആ ഒരു ഷേപ്പ് തന്നെ മാറിയിട്ടുണ്ട് ചാർജിംഗ് ബോർഡിന്റെ. അതിന്റെ കവറിങ് മാറി അല്ലേ? അതെ അതെ അതെ. നമ്മുടെ വണ്ടിയുടെ ഒരു ഡിസൈൻ ഇണങ്ങുന്ന രീതി തന്നെയാണ് അതും കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റിട്ടേൺ സ്പ്രിംഗ് ആണല്ലേ? അതെ അതെ അതെ. ഓക്കെ. പിന്നെ മറ്റേ ഇതുണ്ട്, ഹാങ്ങർ ഉണ്ട്. ഹാങ്ങർ റിട്ടേൺ സ്പ്രിംഗ് ഉള്ളതാണ്. ഇതിൽ സീറ്റ് ഹൈറ്റ് വന്നിരിക്കുന്നത് 780 mm തന്നെയാണ്. എയ്തറിന്റെ എല്ലാ മോഡലുകളിലും സെയിം സീറ്റ് ഹൈറ്റ് തന്നെയാണ്. ഒരു 5.2 ഉള്ളവർക്ക് വളരെ സിമ്പിളായിട്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റ് ഹൈറ്റാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ചാർജർ ഐഫോൺ പോലെയല്ല, ചാർജർ ഇൻക്ലൂഡഡ് ആണ്. അതെ അതെ, നമ്മുടെ എല്ലാ വണ്ടിക്കും ചാർജർ ഇൻക്ലൂഡ് ആണ്. ഇത് വേറൊരു മോഡലിലാണല്ലേ ചാർജർ വരുന്നത്? ചാർജറിന് ഹോൾഡർ ഉണ്ട്. 700 വാട്ടിന്റെ ചാർജറാണ് വന്നത്. മറ്റേ 350 അല്ല അല്ലേ? അല്ല, അത് നമുക്ക് 2.9 വണ്ടികളാണ് 350 വാട്ട് ചാർജർ വന്നത്. ഇത് 3.7 700 വാട്ടിന്റെ ചാർജറാണ്. 700 വാട്ട്. അപ്പോൾ 700 വാട്ടിന്റെ ചാർജർ യൂസ് ചെയ്യുന്നത് നമുക്ക് ചാർജിങ് ടൈം 0 നിന്ന് 100 എത്താൻ വേണ്ടി 5 മണിക്കൂർ 40 മിനിറ്റ് പറയുന്നത്. അപ്പോൾ 350 വാട്ടിന്റെ ചാർജർ ആണെങ്കിൽ നമുക്ക് 8.5 മണിക്കൂർ എടുക്കും. അതെല്ലാം 0 നിന്ന് 100 വരുന്ന ടൈം. ഇതിന്റെ സ്വിച്ചസ് ആൻഡ് കൺട്രോളിൽ വരുന്നത് റൈറ്റ് സൈഡിൽ ഏറ്റവും താഴത്ത് പവർ സ്വിച്ച് ഉണ്ട്. പിന്നെ അതിന്റെ മുകളിൽ വരുന്നതാണ് മോഡ് സെലക്ടിങ് സ്വിച്ച് ആണ്. പിന്നെ അതിന്റെ മുകളിൽ കാണുന്നതാണ് റിവേഴ്സ് സ്വിച്ച്. വാഹനം പൂർണ്ണമായി നിന്നതിന് ശേഷം മാത്രമേ റിവേഴ്സ് സ്വിച്ച് ആക്റ്റീവ് ആവുള്ളൂ. സെൻട്രലിൽ ആ വലിയ ഡിസ്പ്ലേ അത് വളരെ ക്ലിയർ ആണ്. DPU ഡിസ്പ്ലേ എന്ന് പറയുന്നതിൽ പക്കയാണ്, ആക്യുറേറ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഓരോ കാര്യങ്ങളും വളരെ സ്പഷ്ടമായിട്ട് അതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ മോഡലിൽ നാവിഗേറ്റർ ജോയിസ്റ്റിക്ക് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് ഇതിൽ വരുന്നത്, ടച്ച് അല്ല വരുന്നത്. ഓട്ടോ ബ്രൈറ്റ്നസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഡാർക്ക് സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോ ബ്രൈറ്റ്നസ് ഓൺ ആക്കി ഇടുമ്പം നമ്മുടെ കറക്റ്റ് ആ വെട്ടത്തിനനുസരിച്ച് നമ്മൾ ഫോണിൽ ചെയ്യുന്ന പോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രൈറ്റ്നസ് ലെവലാകും. ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് വരുന്നത് ഹെഡ്ലൈറ്റിന്റെ ബീം അഡ്ജസ്റ്ററാണ്. ഹൈ ബീമും ലോ ബീമും അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ അതിന്റെ താഴെ വരുന്നതാണ് നാവിഗേഷൻ ജോയിസ്റ്റിക്ക്. ഇതിൽ നമ്മൾ ജോയിസ്റ്റിക്ക് വഴിയാണ് ഇതിന്റെ നാവിഗേഷനും കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെടുത്ത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹോം. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ പേഴ്സണലൈസ് ചെയ്ത് സേവ് ചെയ്തൊക്കെ വെക്കാം. ഒരുപാട് ഫീച്ചേഴ്സിലൂടെ ഇൻക്ലൂഡ് ആണ്. അതെ അതെ അതെ. ഏതൊരു ആപ്പ് യൂസ് ചെയ്തിട്ട് ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കാം. നിയർ ബൈ ചാർജിങ് സ്റ്റേഷൻ, നമ്മുടെ നിയർ ബൈ ചാർജിങ് സ്റ്റേഷൻ എവിടെയാണെന്നുള്ളത് കാണിക്കും. ഏതൊക്കെ ഡിവൈസാണ് നമ്മൾ പെയർ ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കോളുണ്ട്, മ്യൂസിക് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്. നമുക്ക് വാട്സപ്പ് വരെ ഇതിൻ്റെ അകത്ത് ഹാൻഡിൽ ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. ഡോക്യുമെൻറ്റ്സ് നമുക്ക് വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ ഡ്രൈവിംഗ് ഡോക്യുമെൻറ്റ്സ് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ആപ്പ് വെച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് അപ്ലോഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും. മാജിക് ട്വിസ്റ്റ് ഇത് നമ്മുടെ ഒരു പുതിയൊരു ഫീച്ചറാണ്. അതായത് നമ്മുടെ ആക്സിലേറ്റർ, നമ്മുടെ ത്രോട്ടിൽ ഒരു 15 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ആവും. അത് നമുക്ക് ബ്രേക്കിന്റെ യൂസേജ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 40-50 സ്പീഡിൽ പോകണം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വണ്ടി ബ്രേക്ക് പിടിക്കാൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് നമ്മുടെ കോസ്റ്റിംഗ് റീജിയൻ, അതായത് നമ്മുടെ മോട്ടറിൽ നിന്ന് തിരിച്ച് ബാറ്ററിയിൽ ഒരു പവർ ചെയ്ത് നമുക്ക് അങ്ങനെ അപ് ടു 7% നമുക്ക് റേഞ്ചിൽ ഇമ്പ്രൂവ്മെന്റ് കിട്ടും. ഓട്ടോ ഹോൾഡ് ഇപ്പോൾ എനി സ്ലോപ്പ് അല്ലെങ്കിൽ സ്ലാൻഡ് ആയാലും നമുക്ക് വണ്ടി 0 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് പിടിക്കാൻ നമുക്ക് നിർത്താൻ പറ്റും. അതായത് ബ്രേക്ക് പിടിക്കേണ്ട, എത്ര വേണം നമുക്ക് നിൽക്കാൻ പറ്റും. ഓക്കെ. പിന്നെ സ്കിഡ് കൺട്രോൾ ഉണ്ട്. അതെ, ഇതവിടെ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ് സ്കിഡ് കൺട്രോൾ തന്നെ. അത് ഏത് ടെറൈൻ ആയിക്കോട്ടെ വണ്ടിയുടെ ടയർ നമുക്ക് ആക്ച്വലി സ്കിഡ് ആവത്തില്ല, വളരെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പോകാൻ പറ്റും. അപ്പോൾ അതിന്റെയാണ് ഈ ഇൻഡിക്കേഷൻ ഓൺ ആയിട്ട് എപ്പോഴും കിടക്കുന്നത് അല്ലേ? അത് നമുക്ക് ടേൺ ഓഫ് ചെയ്യാൻ പറ്റും. ഇത് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാ വല്ല ബാറ്ററി ചാർജ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇല്ല.
ഓട്ടോ ഇൻഡിക്കേറ്റർ. അതെ അതെ, അതിപ്പോൾ നമ്മൾ ടേൺ അനുസരിച്ചിട്ട് നമ്മുടെ അതായത് ഇപ്പോൾ ഒരു ലെഫ്റ്റ് ടേൺ എടുത്ത് വിചാരിക്കുക, നമ്മൾ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇൻഡിക്കേറ്റർ ഓഫ് ആവും. ഗൈഡ് മീ ഹോം ലൈറ്റ്സ് പ്രീമിയം കാർ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ വരുന്ന പുതിയ കാറുകളിലൊക്കെയാണ് ഇപ്പോൾ ഈ ഫീച്ചർ വന്നിട്ടിരിക്കുന്നത്. അത് ഇത് നമ്മുടെ 450 സീരീസിലും ഉണ്ടായിരുന്നു. ആക്ച്വലി ഒരു 40 സെക്കൻഡ്സ് ഈ ലൈറ്റ് നമുക്ക് ഇങ്ങനെ നിൽക്കുക, അതായത് നമുക്ക് വണ്ടി പാർക്ക് കഴിഞ്ഞ് നമുക്ക് നേരെ നമുക്ക് വഴി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ. ഒപ്റ്റിമൈസ്ഡ് ചാർജിങ്. വൈകിട്ട് 6 മണിക്ക് ശേഷം ചാർജ് ചെയ്യുന്ന വെച്ചാൽ ഒപ്റ്റിമൈസ്ഡ് ചാർജിങ് ഫീച്ചർ ഓൺ ആവും. പിന്നെ രാവിലെ ഒരു 5 മണി കഴിക്കുമ്പോൾ ഇത് ഫുൾ ചാർജ് ആവുന്നത്. അതുവരെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് റിസീവ് ആവും, പോസ് ആവും, അങ്ങനെയാണ്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ വണ്ടി തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യും. അതെ അതെ അതെ. പിന്നെ ഒരു BMS ഉണ്ട്, അത് മാനേജ് ചെയ്ത് നമുക്ക് രാവിലെ ആകുമ്പോൾ ഫുൾ ചാർജ് ഉണ്ടാവും. അതായത് ബാറ്ററിയുടെ ഏജിങ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി. അതാകുമ്പോൾ ഓവറായിട്ട് ചാർജർ കിടക്കത്തില്ല. അതെ അതെ അതെ. കറണ്ട് ചാർജ് അപ്പോൾ അത്രയും പോകില്ല. അങ്ങനെയുള്ള ഓരോ ഗുണങ്ങളുണ്ടല്ലേ. അതെ അതെ അതെ. ഹോൾസെയിൽ ഇപ്പോൾ വണ്ടി ഇപ്പോൾ ഒരു ആക്സിഡന്റ് ആയിരിക്കും, എല്ലാം മറിഞ്ഞു വീണെന്ന് വിചാരിക്കുക. അപ്പോൾ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മോട്ടർ കട്ട് ഓഫ് ആണ്. അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു നേരെ വണ്ടി വന്നെങ്കിൽ വണ്ടിയുടെ ഏതെങ്കിലും പോർഷൻ പിടിച്ചായിരിക്കും പൊക്കുന്നത്. സ്വാഭാവികമായിട്ട് ആക്സിഡന്റ് പിടിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ. പിന്നെ നമുക്കിത് ഡിസ്കണ്ടിന്യൂ ആണെങ്കിൽ നമ്മൾ സ്ക്രീനിൽ നിന്ന് വേണം അത് കളയാം. ഇവിടുന്ന് ഓഫ് ചെയ്ത് വിടണം അല്ലേ. അതെ. ഇതിന്റെ ഇപ്പോൾ റേഞ്ച് കാര്യങ്ങളായിട്ട് വരുവാണെങ്കിൽ നമുക്കൊരു ഫുൾ ചാർജിൽ നമുക്ക് പോകാൻ പറ്റുന്നത്, അതായത് സർട്ടിഫൈഡ് റേഞ്ച് ഉണ്ട്, നമുക്ക് ട്രൂ റേഞ്ചും ഉണ്ട്. അത് നമുക്ക് ഓൺ ദ റോഡ് കിട്ടുന്ന റേഞ്ച്. അത് നമുക്ക് 125 കിലോമീറ്റർ ആണ്. ഒരു ഫുൾ ചാർജ് നമുക്ക് 125 കൺഫേം ആയിട്ട് കിട്ടും. 125 കൺഫേം ആയിട്ട് കിട്ടും. 3.7. ഇപ്പോൾ ഇതിൽ വേറെ ലേറ്റസ്റ്റ് ആയിട്ട് വേറെ എന്തൊക്കെ ടെക്നോളജീസ് ആണ് നമുക്ക് ഇതിൻ്റെ അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? പിന്നെ നമുക്ക് അലക്സ സ്കില്ല് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ടോൺ തെഫ്റ്റ് അലക്സ നമ്മുടെ 450 സീരീസ് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്, നമുക്ക് ഇതിലും വരുന്നുണ്ട്. ഇപ്പോൾ വണ്ടി നമ്മൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയോ നമുക്ക് ഫുള്ള് നമുക്ക് അതായത് നമ്മുടെ 4 ഇൻഡിക്കേറ്റർ ലിങ്ക് ചെയ്യും ഒരേ സമയം. നമുക്ക് ഫോണിൽ ആപ്പിലും അറിയാൻ പറ്റും, വണ്ടിയിൽ നമുക്ക് ഈ 4 ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ നമ്മളിപ്പോ എവിടെയെങ്കിലും വണ്ടി കൊണ്ട് വെക്കുവാണെങ്കിൽ ആരെങ്കിലും എടുത്ത് മാറ്റി വെച്ചാൽ നമുക്ക് അലേർട്ട് വരും. പ്രശ്നം ഉണ്ടാവും അല്ലേ? അതെ അതെ. ലൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചോണ്ടിരിക്കുമോ അതോ ഓഫ് ആവുമോ? അത് നമ്മൾ വണ്ടി എത്രയും തള്ളുന്നോ അത്രയും നേരം ഇത്. പിന്നെ നമ്മൾ എപ്പോഴാണോ നിർത്തുന്നത് അപ്പൊ അതുവരെ അലേർട്ട് ഉണ്ടായിരിക്കും. അതെ അതെ അതെ. വേറെ ആരും ഉണ്ട് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും കടയുടെ വാക്കി കൊണ്ട് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് നീങ്ങാൻ നേരം വേറെ ആരെങ്കിലും എടുത്ത് മാറ്റി കഴിയുമ്പോൾ അവർ പേടിക്കും. അതെ അതെ, അന്നേരം അലേർട്ട് വരും. അതിന്റെ ഒരു ഫീച്ചറാണ് നമ്മുടെ എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ. അതായത് 50 കിലോമീറ്റർ എബോവ് സ്പീഡ് തൊട്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ലൈറ്റ് ഫ്ലാഷ് ചെയ്യും. അപ്പോൾ ബാക്കി വരുന്ന വണ്ടി വെഹിക്കിൾസിന് അറിയാൻ പറ്റും. നോർമലായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴല്ല, സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആക്സിഡന്റ് എന്നൊരു ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പുറകെ വരുന്ന വണ്ടി അലേർട്ട് ആകാൻ അങ്ങനെ ഒരു ഫീച്ചർ. അടിപൊളി ഫീച്ചറാണ്. റിസ്ത നമുക്ക് 7 വ്യത്യസ്തമായ കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. 3 മോണോ കളേഴ്സും 4 ഡുവൽ ടോണും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് സ്മാർട്ട് എക്കോ മോഡിലാണ്. നമുക്കത് മാറ്റിയിട്ട് ജിപ്പ് മോഡിലോട്ട് മാറ്റാം. വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ജിപ്പ് മോഡിലോട്ട് മാറ്റുമ്പോൾ കുറച്ചുകൂടെ പവർ ലഭിക്കുകയും നമുക്ക് സ്മൂത്തായിട്ട് ഈ ഓവർടേക്കിംഗ് സമയത്തൊക്കെ നന്നായിട്ട് ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ ലാഗ് ഉണ്ടാകുകയോ കാര്യങ്ങളൊന്നുമില്ല. സ്മാർട്ട് എക്കോ മോഡിലാണെങ്കിലും ലാഗല്ല, അത് എടുക്കുന്നൊരു ഗെയിൻ ചെയ്യുന്നൊരു പവറുണ്ട്, അതിന് അത്രേ എടുക്കുകയുള്ളൂ. ഒരു മീഡിയം പേസിലേ ആ വണ്ടി പോകുള്ളൂ. ജിപ്പ് മോഡിലോട്ട് ഇടുമ്പോൾ അത് കുറച്ചുകൂടെ നല്ല പവർ ഡെലിവറി ആയിരുന്നു കിട്ടുന്നത്. റിസ്തയിൽ മുമ്പുള്ള എയ്തറിൻ്റെ 450 സീരീസിലെ പോലെ ഒരു റാപ്പിഡായിട്ടുള്ളൊരു ആക്ഷനല്ല, റാപ്പിഡായിട്ടുള്ളൊരു ആക്സിലറേഷൻ അല്ല നമുക്ക് റിസ്തയിൽ കിട്ടുന്നത്. കാരണം ഇതൊരു ഫാമിലി വെഹിക്കിളാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. മീഡിയം പേസിലുള്ള ഒരു വെഹിക്കിളായിട്ടാണ് റിസ്തയെ എനിക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് റിസ്തയുടെ എക്സ്ഷോറൂം പ്രൈസ് ഒന്ന് നോക്കിയാലോ. ബേസ് മോഡലായ റിസ്ത എസ്സിന് വരുന്നത് 1,10,261 രൂപയും, അടുത്ത മോഡലായ റിസ്ത Z 2.9 1,25,261 രൂപയും, പിന്നെ ഏറ്റവും ടോപ്പ് എൻഡായ ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് എൻഡാണ് റിസ്ത Z 3.7, അതിന് വരുന്നത് 1,45,262 രൂപയുമാണ്.
നമ്മളിപ്പോൾ 450 സീരീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് റിസ്റ്റിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇനി അപ്ഡേറ്റ് ആയിട്ട് ഇപ്പോൾ ഹെൽമെറ്റ്, ഹാലോ ഹെൽമെറ്റ് ആണെങ്കിൽ എല്ലാം നമുക്ക് വരാനുണ്ട്. ഹാലോ ഹെൽമെറ്റ് ഒക്കെ വരാനുണ്ട്. ബഞ്ച് ഓഫ് ഫീച്ചേഴ്സ് നമുക്ക് ലോഡറാണ് വണ്ടിക്കകത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. അതൊക്കെ ഇപ്പൊ ഇനി അപ്ഡേറ്റ് ആകും, അപ്ഡേറ്റ് ആയി നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ. അപ്പം എന്തായാലും ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചതിൽ വളരെ സന്തോഷം, വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഫോർമാറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്കിനി തിരിച്ചു വരാം. താങ്ക് യു.